അട്ടിമറി കണക്കുകൾ ഒറ്റയടിക്ക് എണ്ണി രാഹുൽ ബി.ജെ.പിയെ പൊളിച്ചു നിർത്തിയപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നിർണായകവും അടിയന്തരവുമായ തീരുമാനം കൈക്കൊള്ളുകയാണുണ്ടായത്. ഇതോടെ ബി.ജെ.പിയുടെ അടിവേരിളകി എന്ന് തന്നെ പറയാം. ലക്ഷക്കണക്കിന് വോട്ടുകളുടെ അട്ടിമറിയിലൂടെയാണ് ബി.ജെ.പി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വിജയിച്ച് അധികാരത്തിൽ കയറിയത് എന്ന് രാജ്യം പരക്കെ പറയുന്നൊരു കാര്യമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ പോലും വലിയ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് പ്രതിപക്ഷത്തുള്ളവരെ അടക്കം വിളിച്ചു ചേർത്തുകൊണ്ട് രാഹുൽ എല്ലാ തെളിവുകളും നിരത്തിയതുമാണ്. ഇങ്ങനെയാണെങ്കിൽ ഇനിയും വോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് പോലും രാഹുൽ ഓരോ ജനാധിപത്യ വിശ്വാസികളോടുമായി പാർലമെന്റിനകത്തും പുറത്തുമായി ചോദിച്ചപ്പോൾ കസേരയിൽ ഒറ്റയ്ക്ക് തലകുനിച്ചിരിക്കുകയല്ലാതെ മോദിക്കായിട്ടില്ല. എന്നാൽ കോൺഗ്രസോ രാഹുലോ ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ വന്നപ്പോൾ ഈ അട്ടിമറി വിഷയം സുപ്രീം കോടതിയുടെ വരാന്തയും കയറി ചീഫ് ജസ്റ്റിസിന്റെ കാതുകളിലേക്ക് ഹർജിയായി എത്തി. ഇതോടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകുന്ന കാഴ്ചയാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ വോട്ടർ ഐ ഡി തന്നെ മാറ്റാൻ പോവുകയാണ് കമ്മീഷൻ. ഇനി ഇത്തരത്തിൽ തിരിച്ചറിയൽ രേഖ മാറ്റാൻ പോകുന്നതിന് വ്യക്തമായ ചില കാരണവും കമ്മീഷൻ ഇപ്പോൾ ബി.ജെ.പിയുടെ കേന്ദ്രത്തിന്റെ മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട്. അതായത് രാജ്യത്ത് ഒറ്റ വോട്ടർ തിരിച്ചറിയൽ നമ്പർ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഒരു സംസ്ഥാനത്ത് വിതരണം ചെയ്ത നമ്പർ മറ്റു സംസ്ഥാനങ്ങളിൽ ആവർത്തിച്ചതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാന തലത്തിൽ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയപ്പോൾ സംഭവിച്ചതാണിത് എന്നുകൂടി കമ്മീഷൻ പറയുകയും അതുകൊണ്ട് ഇനി കാർഡുകളെല്ലാം മാറ്റി ഒറ്റ നമ്പർ സിസ്റ്റത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ് എന്നുകൂടെ പറഞ്ഞു വെക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ പറഞ്ഞ അട്ടിമറി നടന്നു എന്ന് തന്നെയാണ്. എന്നിട്ടിപ്പോൾ അത് സംസ്ഥാനങ്ങളിൽ ID കാർഡിൽ നമ്പർ ആവർത്തിച്ചതാണ് വോട്ടിംഗിൽ അട്ടിമറി നടക്കാൻ കാരണമെന്നുകൂടെ കമ്മീഷൻ അവിടെയും ഇവിടെയും തൊടാതെ ഒരു തലോടൽ പറച്ചിൽ പറഞ്ഞു പോവുകയാണുണ്ടായത്. എന്നാൽ ഇതിനെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഉറപ്പിച്ചു പറഞ്ഞു എന്ന് മാത്രം. ചില വോട്ടർമാരുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ കാർഡിലെ നമ്പറുകൾ ഒരുപോലെ ആയിരിക്കാമെന്നും എന്നാൽ ഇവരുടെ പേര് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, നിയോജക മണ്ഡലം, പോളിംഗ് ബൂത്ത് എന്നിവ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ വ്യത്യസ്തമായിരിക്കാമെന്നും കമ്മീഷൻ വിശദീകരിച്ചു. ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനാണ് ഏകീകൃത വോട്ടർ കാർഡ് നമ്പർ എല്ലാവർക്കും ലഭ്യമാക്കാൻ തീരുമാനിച്ചത്. ഫോട്ടോ പതിപ്പിച്ച തെരഞ്ഞെടുപ്പ് കാർഡിലെ നമ്പർ പരിഗണിക്കാതെ തന്നെ ഏതൊരു വോട്ടർമാർക്കും അവരുടെ നിയോജക മണ്ഡലത്തിൽ അവർക്ക് അനുവദിച്ചിരിക്കുന്ന പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാനാകും. ആ പോളിംഗ് ബൂത്തിലെ വോട്ടർ പട്ടികയിൽ മാത്രമായിരിക്കും അവരുടെ പേര് ചേർത്തിരിക്കുക, മറ്റെവിടെയും ഉണ്ടാകില്ല, കമ്മീഷൻ വിശദീകരിച്ചു. ഇറോനെറ്റ് സംവിധാനം വരുന്നതിനു മുൻപ് അതത് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ ചെയ്തിരുന്നതെന്നും അതിനാലാണ് ഇത്തരത്തിൽ ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ ഒരേ നമ്പറിലുള്ള വോട്ടർ കാർഡുകൾ വന്നതെന്നുമാണ് വിശദീകരണം. വോട്ടർ പട്ടിക കൈകാര്യം ചെയ്യാനും വ്യാജ എൻട്രികൾ ഒഴിവാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇറോനെറ്റ്. വോട്ടർ ഐഡികൾക്ക് ഏകീകൃത നമ്പറുകൾ നൽകുന്നതോടെ ഇത്തരത്തിലുള്ള ഇരട്ടിപ്പുകൾ ഒഴിവാകുമെന്നും കമ്മീഷൻ വിശദീകരിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ തീരുമാനത്തിലൂടെ കമ്മീഷൻ രാഹുലിന് മുൻപിൽ അടിയറവ് വെക്കുകയാണ് എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ പറയാം.